വിവാദങ്ങൾക്കിടെ വഖഫ് ബോർഡ് യോഗം ഇന്ന് കോഴിക്കോട്ട് ചേരുകയാണ്. ബോർഡ് പ്രവർത്തനം ഹൈക്കോടതി താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. കേസുകൾ പരിഗണിക്കുന്നതിന് തടസ്സമില്ല എന്ന് ചെയർമാൻ വ്യക്തമാക്കുന്നു. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായി ചെന്ന ഷഹീദ്, ഇപ്പോൾ ഏതൊക്കെ തരത്തിൽ ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ചെയർമാൻ ഉൾപ്പെടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കാനും പോവുകയാണ്. ആ അവസരത്തിൽ യോഗം ചേരുന്നതിന്റെ പ്രസക്തി എന്താണ്? രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് താൽക്കാലികമായി വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നിർത്തിവെക്കാൻ പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചു എന്നുള്ള ഒരു പ്രതീതിയാണുള്ളത്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ വഖഫ് ബോർഡ് യോഗം കോഴിക്കോട് ചേരുന്നത്. ചെയർമാൻ ആ കാര്യം വിശദീകരിക്കുന്നു. അല്പസമയം മുമ്പ് വഖഫ് ബോർഡ് ചെയർമാൻ കെ എസ് ഹംസ ഇപ്പോൾ കോഴിക്കോട്ട് ഓഫീസിലേക്ക് എത്തി. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ബോർഡ് ചില കേസുകൾ, പ്രധാനപ്പെട്ട ചില കേസുകൾ പരിഗണിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ബോർഡ് എടുക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബോർഡ് ചെയർമാൻ ഇപ്പോൾ വിശദീകരിക്കുന്നത് നയപരമായ തീരുമാനം എടുക്കുന്നതാണ് താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കേസ് നടപടികൾ പരിഗണിക്കുക എന്നുള്ളത് സ്വാഭാവികമായുള്ള ബോർഡിന്റെ നടപടി മാത്രമാണ്. ആ നടപടി അത് പ്രവർത്തിക്കുന്നതിനോ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഈ ഹൈക്കോടതി ഉത്തരവ് തടസ്സമാകില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ നയപരമായ തീരുമാനം എന്നുള്ളതിന്റെ കോടതി ഉത്തരവിന്റെ അതിന്റെ വ്യാഖ്യാനം എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസുകൾ പരിഗണിച്ച് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് നയപരമായ തീരുമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ പെടുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ബോർഡ് ചെയർമാൻ വിശദീകരിക്കുന്നത് ഇത് നയപരമായ തീരുമാനമല്ല, ഇത് വഖഫ് ബോർഡിന്റെ സ്വാഭാവികമായ നടപടി മാത്രമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ബോർഡ് യോഗം ഇന്ന് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. മുൻകൂട്ടി ഈ കക്ഷികൾക്കെല്ലാം നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് അനുസരിച്ച് കക്ഷികൾ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ബോർഡ് കേസുകൾ, വഖഫ് ബോർഡിന് മുമ്പാകെയുള്ള വിവിധ കേസുകൾ ഇന്ന് ബോർഡ് പരിഗണിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഇനി വ്യക്തമാകേണ്ടത് നയപരമായ തീരുമാനം എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിലെ വ്യാഖ്യാനം അത് ഈ കോടതി നടപടികൾ അല്ലെങ്കിൽ ബോർഡിന്റെ കേസുകൾ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ തൽക്കാലം ഈ വഖഫ് ബോർഡ് ഇക്കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള വഖഫ് ബോർഡ് യോഗമാണ് ഇപ്പോൾ കോഴിക്കോട് ഓഫീസിൽ തുടരുന്നത്. ബോർഡ് ചെയർമാൻ ഇപ്പോൾ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു. അംഗങ്ങൾ എപ്പോൾ സമയത്തിനകം തന്നെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഹംസ ഓഫീസിലേക്ക് എത്തി. ഹൈക്കോടതിയുടെ വലിയ കർശനമായ ഇടപെടലുണ്ടായിരുന്നു. അതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിഷയമായി കോടതി ഇടപെടലും സർക്കാർ സ്വീകരിക്കുന്ന നിലപാടും മാറിയിരുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിലും വിഷയം വരികയാണ്. പക്ഷേ കോഴിക്കോട്ട് വഖഫ് ബോർഡിന്റെ യോഗം ചേരുന്നതിനോ കേസുകൾ പരിഗണിക്കുന്നതിനോ തടസ്സമില്ല എന്നതാണ് ചെയർമാന്റെ വാദം.